അങ്ങനെ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ശാരിക ജഗന്നോടിനോട് പറയുന്നുണ്ട്, ശത്രുവായ രാഖിയുടെ പൊന്നോമനകൾ ഇപ്പോൾ നമ്മുടെ കൈവെള്ളയിൽ. അവളാണെങ്കിൽ തീപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാവും. എന്തായാലും 12 വർഷം ജയിൽ ഭരിച്ച ആ ഇന്ദിര വന്നാൽ പോലും കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അവരാണെങ്കിൽ ദുർഗാബായിയുടെ തടവിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാഖിക്ക് പരക്കം പാഞ്ഞു നടക്കാം എന്നിങ്ങനെ ജഗന്നാഥൻ പറയുന്നു. ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, ഒരിക്കലും ഈ ന്യൂസ് ലീക്ക് ആവാനായിട്ട് പാടില്ല. അതേസമയം രാഖി കരഞ്ഞ് തളർന്ന് കട്ടിലിൽ തലയും വെച്ച് കിടക്കുകയാണ്. അപ്പോഴേക്കും മാർഗരറ്റ് ഒരു കപ്പ് കോഫിയുമായി വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, രാഖി പേടിക്കാതിരിക്കൂ, എന്തായാലും പോലീസുകാരും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും കുഞ്ഞുങ്ങളെ കാണാതായതുകൊണ്ട് പരക്കം പാഞ്ഞ് നടക്കുകയാണ്. ഡൊമിനിക് സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സാറും സാറിൻ്റെതായ രീതിയിൽ അന്വേഷിക്കും. എത്രയും വേഗം തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും ചെയ്യും. ഇത് കേട്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. എന്തൊക്കെയാ പറയുന്നത്? സാർ പോയി അവർ അവരെ കൊണ്ടുവരുമെന്നോ? ഈ പറയുന്നതല്ലാതെ ഇത്രയും സമയമായിട്ട് എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. കുട്ടികളാണ് എങ്കിൽ ഇരുട്ടിൻ്റെ മറവിൽ എവിടെയോ മറഞ്ഞു കഴിഞ്ഞു. അവർ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിപ്പോൾ ശാരിയായാലും അവളുടെ അപ്പനായാലും ഈ അമ്മണിയമ്മ കുഞ്ഞുങ്ങളെ കൊണ്ടേ വരികയുള്ളൂ. എനിക്കും എൻ്റെതായ രീതിയിലൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നീ ഇവിടെ കരഞ്ഞു തളർന്നിരിക്കില്ല രാഗിമോളെ. ഇതുവരെ ലോകം രക്ഷിക്കുന്നതിനായി ദൈവം അവതരിച്ചിട്ട് തന്നെയുണ്ട്. ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയാണ് അമ്മണിയമ്മ. അതേസമയം ഇപ്പോൾ കുട്ടികൾ ഉള്ളത് ദുർഗാബായിയുടെ സുരക്ഷിതമായ കേന്ദ്രത്തിലാണ്. അവരാണെങ്കിൽ സങ്കടപ്പെട്ട് തളർന്നിരിക്കുന്നു. അപ്പോഴേക്കും ദുർഗാദേവി അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് ചിന്നുവിന് പേടിയാകുന്നു. ആൻറ്റി, ദേ ഇവനാണെങ്കിൽ ആൻറ്റിയെ ഭയങ്കര പേടിയാ. അതുപോലെ തന്നെയാണ് എനിക്കും. ആൻറ്റി പ്ലീസ് ഒന്നും ചെയ്യില്ല ഞങ്ങളെ. ആൻറ്റി, ഞങ്ങൾ പാവമല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കാണണം. പ്ലീസ് ഞങ്ങളെ കൊണ്ടുപോയി അമ്മയുടെ അടുക്കിലേക്ക് വിടാവൂ. ഇത് കേട്ട് ദുർഗാദേവി പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ തടവറയിൽ കിടക്കുന്നത് പോലെ നിങ്ങളുടെ അച്ഛനും ഇരുട്ടിൻ്റെ തടവറയിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു മോചനമില്ല. നിന്റെ വൃത്തികെട്ട അമ്മ രാഗിയും പിന്നെ നിങ്ങളുടെ അച്ഛനും ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട കേട്ടോ. പിന്നെ ജീവൻ നിലനിർത്തണം, അതുകൊണ്ട് മാത്രം ഇത് തരുന്നു. എന്നിട്ട് ബ്രെഡും ബനാനയും കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കുന്നു. വേണമെങ്കിൽ മര്യാദയ്ക്ക് അത് കഴിച്ചിട്ട് സമാധാനത്തോടെ ഇരിക്കുക. കുട്ടികൾ പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങൾക്ക് അമ്മയെ കാണണം, പ്ലീസ് ഞങ്ങളെ കൊണ്ടുപോയി ആക്കൂ. ആ സമയത്ത് ദുർഗാദേവി വായ് പൂട്ടടി എന്നുള്ള മട്ടിൽ കുട്ടികളുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് കണ്ട് അവർക്ക് പേടിയാകുന്നു. രണ്ടുപേരും കൂടെ സങ്കടപ്പെട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അതേസമയം പുറത്ത് ഇന്ദിര മാഡത്തിൻ്റെ വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മാർഗരറ്റ് ചാടി വീണ് എഴുന്നേൽക്കുന്നു. പുറത്തു പോയി നോക്കുമ്പോൾ ഇന്ദിര മാഡം വന്നിട്ടുണ്ട്. രാഖിയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ദേ മാഡം വന്നു. ഇത് കേട്ട് രാഖിക്ക് ഒത്തിരി ആശ്വാസമാകുന്നു. അപ്പോഴാണ് മാഡത്തിൻ്റെ അകത്തേക്കുള്ള വരവ്. രാഖി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. ചേച്ചി, എൻ്റെ കുഞ്ഞുങ്ങൾ പോയി, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം. ആ രാഖി നമ്മളെ ചതിച്ചു. അവളാണെങ്കിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ എന്ന് എനിക്കറിയില്ല. അവരില്ലാതെ ജീവിക്കാനുമായി കഴിയില്ല. അത് കേട്ട് ഇന്ദിര മാഡം പറയുന്നുണ്ട്, സാരമില്ല, വിഷമിക്കാതിരിക്കെ, ഞാനുണ്ടല്ലോ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മാർഗരറ്റ് അന്വേഷിക്കുന്നുണ്ട്. ഡൊമിനിക് സാർ അടക്കം പലരും കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. എന്നിട്ടും ഇതുവരെ യാതൊരു വിവരവും അനുകൂലമായി കിട്ടിയിട്ടില്ല. ഇന്ദിര മാഡം പറയുന്നുണ്ട്, വിഷമിക്കാതിരിക്കൂ രാഖി. ദേ മാഡം, ഉറപ്പായിട്ടും എൻ്റെ രാജീവേട്ടൻ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ എനിക്കും രാജീവേട്ടനും എൻ്റെ മക്കളോടൊപ്പം സുഖമായിട്ട് കഴിയണം. സന്തോഷമായിട്ടും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം. എൻ്റെ മക്കൾ അതിന് കൂടിയേ തീരൂ. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വേണം. അത് കേട്ടിട്ട് ഇന്ദിര പറയുന്നു, വിഷമിക്കാതിരിക്കുക രാഖി, ഞാൻ കണ്ടെത്തി തരാം. രാഖി, നീ ഒന്ന് വിശ്വസിക്കുക എന്നെ, ഉറപ്പായിട്ടും നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അപ്പോഴും രാഗി വിങ്ങിപ്പൊട്ടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ മക്കളെ കാണണം. അവരില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും വയ്യ ചേച്ചി. ആ സമയത്ത് ശാരിക അവിടെ
പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ജഗന്നാഥനോട് പറയുന്നുണ്ട്, എന്തായാലും ആ കൊടും ക്രിമിനലായ ഇന്ദിരയെയും രാഗിയെയും കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നുണ്ടാകും. ജഗൻ പറയുന്നു, ദുർഗാദേവിയുടെ കണ്ണും വെട്ടിച്ച് അവർക്ക് കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. എന്തായാലും ഇന്ദിര അവരുടെ ആൾക്കാരെ ഉറപ്പായിട്ടും ഇറക്കിയിട്ടുണ്ടാകും. കുഞ്ഞുങ്ങളെ കണ്ടെത്താനുള്ള വഴികളെല്ലാം നോക്കുകയും ചെയ്യും. ജഗൻ പറയുന്നുണ്ട്, അതിന് കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്കെന്താണ്? അവർക്കാണെങ്കിൽ ശാരികയോട് പകരം വീട്ടണം. അതിനു വേണ്ടിയിട്ടല്ലേ നടക്കുന്നത്? ശാരിക പറയുന്നുണ്ട്, അവിടെയാണ് ജഗന് തെറ്റിയത്. എന്തായാലും രാഗിയെയും മക്കളെയും ഒരുപോലെ സംരക്ഷിക്കാമെന്നുള്ള വാക്ക് കൊടുത്തിട്ടായിരിക്കണം ഇന്ദിര രാഗിയെ അവിടേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കാണാൻ ഇന്ദിര ഇവിടേക്ക് വരും. അവർ രാഗിയോട് ഉറപ്പായിട്ടും പറയും, കുട്ടികളെ കണ്ടെത്തി തരാമെന്ന്. അങ്ങനെ കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രാഗി അവർക്കെതിരെ തിരിയും. ആ എൻ്റെ രണ്ട് ശത്രുക്കൾ രാഗിയും ഇന്ദിരയ്ക്കും ഇനി ഇവിടേക്ക് വരും. അവരെ കാത്ത് ഞാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് അവൾ പറയുന്നു. അതേസമയം രാഗി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. എന്നിട്ട് മാർഗരറ്റ് വരുന്നുണ്ട്. അവൾ പറയുന്നു, ദേ ഈ കോഫിയെങ്കിലും കുടിക്കേ. ഒരു ദിവസം ഒന്നും കഴിക്കാതിരുന്നിട്ട് എനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ, എനിക്കൊന്നും വേണ്ട. പക്ഷേ മാർഗരറ്റ്, കുഞ്ഞുങ്ങൾ വരും, എനിക്ക് അതുവരെ സമയം തരൂ, അതുവരെ എന്തെങ്കിലും കഴിക്കൂ. മാർഗരറ്റ് പറയുന്നുണ്ട്, വിഷമിക്കാതിരിക്കൂ. ഇന്ദിര മാഡമാണ് കുഞ്ഞുങ്ങളെ അന്വേഷിക്കാനായിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും മാഡം കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വരിക. യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സമയമായില്ലേ, എനിക്ക് പേടിയാകുന്നു. എൻ്റെ മക്കളെ കൊണ്ടുപോയത് വേറെ ആരുമായിരിക്കില്ല, ശാരിക തന്നെ ആയിരിക്കും. അതാണ് എൻ്റെ പേടി. എനിക്ക് അവരെ ജീവനോടെ കാണണം. ഇന്ദിരാ മേഡത്തിൻ്റെ വരവ് ഇതേ തുടർന്നാണ്. ഇന്ദിരാ മേഡം വരും. അവളുടെ പുറകിലേക്ക് എത്തി നോക്കുകയും ചന്തുവിനെയും ചിന്നുവിനെയും കാണുമ്പോൾ സങ്കടം മാറുന്നതിനായി എന്തെങ്കിലും കൊടുക്കുന്നതിന് തയ്യാറാകണമെന്നും പറയുന്നു. എന്നിട്ടിപ്പോൾ വെറും കൈയോടെയാണല്ലോ ചേച്ചി വന്നിരിക്കുന്നത്. എൻ്റെ കുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എവിടെ? ഇന്ദിരാ മാഡം സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, രാഗി, ഞാൻ ഇതുവരെ ആരുടെ മുന്നിലും തോറ്റിട്ടില്ല. അതുപോലെ വാക്ക് കൊടുത്താൽ അത് ഉറപ്പായിട്ടും പാലിച്ചിരിക്കും. ഇവിടെ ഞാൻ ആദ്യമായിട്ട് തോൽക്കുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു തിരിച്ചു വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരാമെന്ന്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. സത്യത്തിൽ സ്കൂളിൻ്റെ പരിസര പ്രദേശത്തും മുഴുവൻ ഡ്രൈവർമാരെയും, അങ്ങനെ അവിടെ സ്കൂളിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു. സിറ്റി മുഴുവനും അരിച്ചു പെറുക്കിയിട്ടും കുട്ടികളെ എനിക്ക് കണ്ടെത്താനായില്ല. രാഗി, എന്തായാലും ശാരിക, അവൾ തന്നെയാണ് ഈ വലിയ ചതി നമുക്ക് നേരെ നടത്തിയിരിക്കുന്നത്. കരുതിയിരിക്കണമായിരുന്നു, നമ്മളത് ചെയ്തില്ല. രാഗി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മക്കളെ കാണണം. ആ സമയത്ത് മാർഗരറ്റ് പറയുന്നുണ്ട്, നമ്മൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്താലോ? കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും, കംപ്ലൈൻറ്റ് പേപ്പറിൽ. പക്ഷേ ഒറ്റ കാര്യം, അതിനിടയ്ക്ക് രാഗിയുടെ കുട്ടിയുടെ അമ്മയായ രാഗി അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തും. പിന്നെ രാഗിക്ക് രാവും പകലും സ്റ്റേഷനിൽ കയറിയിരിക്കേണ്ടി വരും. ആ സമയത്ത് ആ SP-യും പിന്നെ ശാരിയും കൂടെ രാഗിയെ പൊക്കിക്കൊണ്ടുപോകും. അങ്ങനെ രാഗിയെ വിട്ടുകൊടുക്കാൻ എനിക്കാകില്ല. എന്തായാലും നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് ഞാനിവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളെ കണ്ടെത്താതിരിക്കാൻ കഴിയില്ല. ഉറപ്പായിട്ടും ചിന്നുവിനെയും ചന്തുവിനെയും കണ്ടെത്തും. രാഗി, നീ ധൈര്യമായി ഇരിക്കെ. നിന്നെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ? മാർഗരറ്റ്, രാഗി സൂക്ഷിക്കണം. എന്തായാലും ഞാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് വരുമ്പോൾ എൻ്റെ ഈ കൈകളിൽ ചിന്നുവും ചന്തുവും കാണും. സമാധാനമായിട്ട് നീ ഇരിക്കെ എന്ന വാക്ക് കൊടുത്തിട്ട് ഇന്ദിരാ മാഡം അവിടെ നിന്ന് വീണ്ടും പോകുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഗി ഇരിക്കുകയാണ്. അതേസമയം ശാരിക ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. ജഗന്നാഥൻ വന്നിട്ട് കുറച്ചു സമയമായി അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ശാരിക മുഖം തിരിക്കുന്നു. ജഗന്നാഥനെ കൊണ്ട് അമ്പരക്കുന്നു. എന്താടോ എന്ന് ചോദിക്കുന്നു. അല്ല, ശാരികയും ദുർഗാദേവിയും ഇന്ന് ആ രാജീവിനെ കാണാനായിട്ട് പോകുന്നില്ലേ? അതെ, അതിന്
തനിക്കെന്താടോ തൻ്റെ കണ്ണിൽ ഒരു പിടച്ചിൽ കാണാം. മുൻപാണെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു രാജീവൻ. ഇവിടെ വരുമ്പോഴും രാജീവനുമായി ഞാൻ അടുത്ത് ഇടപഴകുമ്പോഴും തൻ്റെ കണ്ണിൽ വൈരാഗ്യമുണ്ട്. ആരെയോ കൊല്ലാനുള്ള വൈരാഗ്യം. ആ സമയത്ത് തനിക്കാണെങ്കിൽ എന്നെ ഇഷ്ടമായിരുന്നു, എന്നോട് പ്രണയമായിരുന്നു. ഇപ്പോൾ എന്താടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആ സമയത്ത് ജഗന്നാഥൻ ശാരി എന്നൊക്കെ പറയാൻ വരുമ്പോഴാണ് ദുർഗാദേവി അവിടേക്ക് കടന്ന് വരുന്നത്. ശാരിക ചോദിക്കുന്നുണ്ട്, കുട്ടികൾ സുരക്ഷിതമായി ഇരിക്കുന്നു, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ കാവൽക്കാരനെ അവിടെ നിർത്തിയിട്ടുമുണ്ട്, പേടിക്കാനില്ല, അവരാരും ഒറ്റില്ല. പിന്നെ രാജീവിനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഇറങ്ങാം, അതാണ് എൻ്റെ പ്ലാൻ. ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട്, ശാരിക ഒന്ന് നിൽക്കൂ, ആ രാജീവന് നിന്നോട് 100-ൽ 1% പോലും സ്നേഹമില്ല. അങ്ങനെയുള്ള ഒരുത്തനെ ഇനി നീ ജീവിതകാലം മുഴുവൻ ബാധ്യതയായിട്ട് ചുമക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ രാജീവിനെ അങ്ങ് കൊന്നു കളഞ്ഞൂടെ? ഇത് കേട്ടപാടെ ശാരിക കൈ നിവർത്തി ജഗന്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നു. ശേഷം പറയുന്നുണ്ട്, തൻ്റെ മനസ്സിലിരിപ്പ് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായിടോ? തന്നെ ആർക്കും മനസ്സിലാവില്ല എന്നറിയാം. എന്തായാലും ഞാനൊരു കാര്യം പറയാം. അങ്ങനെ ഞാൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനെ കൊന്നു കളഞ്ഞാൽ പിന്നെ ഞാൻ എന്താടോ? അതുകൊണ്ട് ജീവിച്ചിരുന്നിട്ട് കാര്യം. അവൻ്റെ ശരീരത്തിൽ ഞാൻ എന്നും ബാക്കി വയ്ക്കും. അതിനർത്ഥം എന്താണെന്നോ? എനിക്ക് അത് പറയാൻ സാധിക്കുകയില്ല. നിങ്ങളത് മനസ്സിലാക്കണം. പിന്നീട് ഒരിക്കൽ അതിനെന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും വാ ദീദി, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ജഗന്നാഥൻ അടികിട്ടിയ കവിളിൽ തടവിക്കൊണ്ട് അവിടെ നിൽക്കുന്നുമുണ്ട്. അതേസമയം ശാരികയും ദുർഗാബായിയും നേരെ വരുന്നത് രാജീവന്റെ അടുക്കിലേക്കാണ്. രാജീവൻ ആ സമയത്ത് കമിഴ്ന്ന് കിടക്കുന്നു. ഇവൻ ചത്തോ എന്നിങ്ങനെ ദീദിയോടായി ശാരിക ചോദിക്കുന്നുണ്ട്. ഒരു സംശയമുണ്ടെന്ന് ദുർഗാബായിയും. അപ്പോഴേക്കും രാജീവന്റെ കണ്ണൊന്ന് പിടയ്ക്കുന്നു. ആ സമയത്ത് രാജീവൻ ചാടി എഴുന്നേൽക്കുകയും കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുവടി കൊണ്ട് ആദ്യം ദുർഗാബായിയെ അടിച്ച് താഴെയിടുന്നു. തലയിലാണ് അടിയേൽക്കുന്നത്. പിന്നീട് ആ കാവൽക്കാരനെ അടിച്ച് താഴെയിടുകയും മൂന്നാമത്തേതായി ശാരിയെയും ചെറവറ എന്ന് 3 തലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അടികൊണ്ട് 3 പേരും താഴെ വീഴുകയാണ്. ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രാജീവൻ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. രാജീവൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ശാരിയുടെ മുഖത്ത് തുപ്പാനും മറന്നില്ല. ശാരി ബോധം പോയി കിടക്കുകയാണ്. രാത്രി കാണിക്കുകയാണ്. ഇതേ തുടർന്ന് ഡൊമിനിക് സാർ ആണെങ്കിൽ ആരെയോ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് വരികയാണ്. അങ്ങനെ അയാൾ കാർ നിർത്തിയിട്ട് അങ്ങോട്ട് വരുന്ന സമയത്താണ് രാജീവൻ അടുത്തേക്ക് കടന്നു വരുന്നത്. മിസ്റ്റർ രാജീവൻ എന്നിങ്ങനെ വിളിക്കുന്നു. പക്ഷേ രാജീവൻ സാറിനെ കണ്ടില്ലായിരിക്കണം. അദ്ദേഹമാണെങ്കിൽ വളരെയധികം വേഗത്തിൽ ഒരു ബൈക്കിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആകെ നെർവസ് ആയിട്ട് രാജീവന്റെ പിന്നാലെ പോകുന്നു നമ്മുടെ ഡൊമിനിക്. അതേസമയം രാഗി സങ്കടപ്പെട്ടിരിക്കുന്നു. മാർഗരറ്റ് അങ്ങോട്ട് വരുന്നു. രാഗി ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ എവിടെ? എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം. അവരില്ലാതെ എനിക്ക് പറ്റില്ല. എത്രയും പെട്ടെന്ന് അവരെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയണം. പക്ഷേ ഇതുവരെ കുഞ്ഞുങ്ങളെ പറ്റി ഒന്നും അറിയില്ല എന്ന് മാർഗരറ്റ് പറയുകയും ഇന്ദിര മാഡം ഉറപ്പായിട്ടും തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളെ കയ്യിൽ കൊണ്ടാവും വരിക, ടെൻഷൻ അടിക്കാതിരിക്കൂ രാഗി എന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.